ജോലി കഴിഞ്ഞ് തിരിച്ചു വരാൻ നേരത്തുണ്ടടാ അതേ നമ്മുടെ ലച്ചു TV കണ്ട് കിടന്ന് ഉറങ്ങിപ്പോയി. ഇന്ന് ലച്ചുവിന് ഒരു സുഖമില്ലാതിരുന്ന ഒരു ദിവസമാണേ. രാവിലെ എണീച്ച വഴി തന്നെ ലച്ചു ആദ്യം കണ്ടത് ലച്ചുവിൻ്റെ ഫൈറ്റർ ഫിഷ് ഉണ്ടല്ലോ അനക്കമില്ലാണ്ട് കിടക്കണയാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് സങ്കടം ഉണ്ടെങ്കിലും അമ്മേനെ വിളിച്ച് പറയണമെന്നാണല്ലോ. വെക്കേഷൻ ആയ കാരണം കൊണ്ട് അമ്മ നീലിശെടുത്തും ലച്ചു പുതുവാശയിലാണ്. 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട അമ്മ 8:20 ഡ്രസ്സ് അയൺ ചെയ്യുന്നേ ഉള്ളൂ. അന്നേരത്തൊക്കെ വിളിച്ചിട്ട് അമ്മേൻ്റെ ഫൈറ്റർ അനങ്ങണില്ല എന്ന് പറഞ്ഞപ്പോൾ വെള്ളവും മാറ്റാണ്ട് മര്യാദയ്ക്ക് ഫുഡും കൊടുക്കാണ്ട് അതിനെ കൊന്നിട്ടുണ്ടാവുമല്ലേ ലച്ചു എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്ത്. അന്നേരത്തെ ആ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് അമ്മ ജെന്റിൽ പാരൻറ്റിംഗ് ഒക്കെ അങ്ങ് മറന്നു. മോർണിംഗ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് ഇരിക്കാൻ നേരത്ത് ലച്ചുവിൻ്റെ കോളും ഇല്ല മെസ്സേജും ഇല്ല. കുറ്റബോധം കൊണ്ടാണെങ്കിൽ അമ്മയ്ക്ക് ഇരിക്കാനും വയ്യ. എന്നാൽ പിന്നെ ഒരു സോറിയൊക്കെ പറഞ്ഞേക്കാന്ന് വിചാരിച്ചു. അച്ഛമ്മയുടെ ഫോണിൽ വിളിച്ച് കഴിഞ്ഞപ്പോൾ ലച്ചു തന്നെയാണ് ആദ്യം ഫോൺ എടുത്തത്. സാരില്ലടോ പോട്ടെ, നന്നായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ അമ്മ ഒരു ഫൈറ്ററിനെയും കൂടി വാങ്ങിച്ചു തരാമെന്ന് പ്രോമിസും ചെയ്ത് ഫ്രഷായിട്ട് ഫുഡൊക്കെ കഴിച്ച് സമാധാനമായിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ട് അമ്മേൻ്റെ തിരക്കിലോട്ടൊക്കെ പോയി. വൈകിട്ട് അമ്മേനെ കണ്ട വഴി തന്നെ ലച്ചു ഇങ്ങനെ പതിയെ പറ്റി ചേർന്നു. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കാനായിട്ട് ഒരാളെ കാത്തു വയ്ക്കണം. അയാളോട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാറണം. എന്നിട്ട് അമ്മ ലച്ചുവിൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ അറിയോ, ചെറുവരലിനോളം പോകുന്നതാണെങ്കിലും അതും ഒരു കുഞ്ഞു ജീവനായിരുന്നു കേട്ടോ. അപ്പം അതിന് മര്യാദയ്ക്ക് നോക്കണ്ടേ. നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാ മനുഷ്യന്മാർക്കും തുടക്കത്തിലേ കൊടുത്ത പരിഗണന ഒടുക്കത്തിലേ വേണം എന്നാണ്. ഈ ഫൈറ്റർ ഫിഷ് കണക്കിയല്ലേ ചില മനുഷ്യന്മാരുടെ അവസ്ഥ. പെട്ടെന്നൊരു ആകർഷണം തോന്നി കൗതുകത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ കൊണ്ടുവരും. എന്നിട്ടോ ഏറ്റവും ബേസിക് നീഡ് പോലും നമുക്ക് ഡിനേ ചെയ്യും. ആ ഇട്ടാവട്ടത്തിൽ ഫൈറ്റർ ഫിഷ് കറങ്ങണ പോലെ ആ കുഞ്ഞു വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ പെട്ടുപോകുന്നവരുണ്ട്. ഫൈറ്റർ ഫിഷ് ജീവൻ വെടിഞ്ഞ പോലെ നമുക്കാവില്ലല്ലോ. ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു വെളിച്ചം നമ്മുടെ ഫ്രണ്ടിലുണ്ടാവും. എന്നിലാ വെളിച്ചാണ് ഇതേ ഒക്കെ തീറിയിരിക്കുന്നത്. പണ്ടത്തെ പോലെ നീ അങ്ങ് പൊങ്ങണില്ല ലച്ചു എന്ന് പറഞ്ഞു ലച്ചുവിനോട്ട് മനസ്സിലാവണമില്ല. എന്തിനും ഏതിനും അമ്മ എടുത്തേ പറ്റുള്ളൂ എൻ്റെ കുട്ടിക്ക്.